എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെഗുലർ വിഭാഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും കോളേജ് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു നിലവിലുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 13-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഇതുവരെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2026-27 ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അതായത് ഈ ഒരു പേജിലേക്ക് വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഏത് ജില്ലയിലാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര ജില്ലയിലേക്ക് വേണമെങ്കിലും കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇത് 1 by 1 ആയിട്ട് ആദ്യം ഒരു ജില്ല സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത ജില്ലയിൽ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ജില്ല കൂടി രജിസ്റ്റർ ചെയ്യുന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ജില്ലയിൽ വേണമെങ്കിലും കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം രണ്ടാമത്തെ ലിങ്ക് ആയിട്ടുള്ള പ്രിന്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ സ്ലിപ്പ്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ടൈപ്പ് ചെയ്തെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ ആ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എല്ലാ ജില്ലയിലേക്കും രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. കയ്യിൽ സൂക്ഷിച്ച ശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതുവരെ ഞാൻ പോളിടെക്നിക്കിൽ അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്കിതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് സ്പോട്ട് അഡ്മിഷനിലാണ് പങ്കെടുക്കാൻ സാധിക്കുക. ഇത് ജില്ലാതലത്തിൽ നടത്തുന്ന നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഇതിന് ശേഷമാണ് സ്പോട്ട് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 23 ജൂലൈ 23-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ആ ഒരു പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള സൗകര്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിച്ച് അഡ്മിഷൻ നേടാനുള്ള സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി ഇത് ഓൾറെഡി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതായത് സെക്യൂർ റാങ്ക് വഴി നിങ്ങളുടെ സ്ട്രീം 1 സ്ട്രീം 2 റാങ്കൊക്കെ നോക്കിയിടാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നിങ്ങളുടെ ആ ഒരു ഇതിൽ കൗൺസിലിംഗിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ജില്ല സെലക്ട് ചെയ്യാവുന്നു. ആ ഒരു ജില്ലയിലെ ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യാവുന്നു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ ഏതൊക്കെ വിഭാഗത്തിൽ ഏതൊക്കെ സീറ്റുകൾ, എത്ര വീതം സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജിലും എത്ര വീതം സീറ്റ് ഉണ്ട് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഷെഡ്യൂളിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഷെഡ്യൂളിൻ്റെ പേജിൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ ജില്ലയിലും ടോട്ടൽ 14 ജില്ലയിൽ 14 നോഡൽ പോളിടെക്നിക് കോളേജാണുള്ളത്. അപ്പോൾ ഇതിൽ ചില ജില്ലയിൽ ഇത് വന്നിട്ടില്ല, ചില ജില്ലയിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നതാണ് ഇതേപോലെ താഴേക്കുള്ള ഒരു എറോ സിമ്പിൾ, ഡൗൺലോഡ് സിമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ, അതായത് ഈ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത ജില്ലയിൽ ചിലപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ടാവില്ല. അത് തൊട്ടടുത്ത ദിവസത്തിനായിട്ട് വരുന്നതായിരിക്കും. അതായത് ജൂലൈ 14-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ജൂലൈ 14-ാം തീയതിയോടൊക്കെ ആയിരിക്കും വരിക. കാരണം ഇത് ജൂലൈ 14 മുതൽ 18 വരെയാണ് കൗൺസിലിംഗ് ഉണ്ടാവുക. അതുപോലെ ഓരോ പോളിടെക്നിക് കോളേജിനും അതിനനുസരിച്ചുള്ള ഡേറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് നേരെയുള്ള ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾ നോക്കി ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലേതാണ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കണ്ണൂർ, തോട്ടട പോസ്റ്റ് കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജ് പ്രവേശനം 2026-27 കണ്ണൂർ ജില്ലയിലെ സർക്കാർ IHRD സ്രാസ്ര പോളിടെക്നിക് കോളേജിലേക്ക് 1-ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിനായിട്ടുള്ള ജില്ലാതല കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും 2026 ജൂലൈ 15, 16, 17 തീയതികളിൽ കണ്ണൂർ തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് താഴെ പറയുന്ന സമയക്രമം അനുസരിച്ച് നിങ്ങൾ പങ്കെടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടാവുക. ചില കോളേജ് ജൂലൈ 14-ാം തീയതി തന്നെ ഉണ്ടാവും. ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ ജൂലൈ 15-ാം തീയതി ബുധനാഴ്ച മുതലാണ് ഈ ഒരു കൗൺസിലിംഗ് ആരംഭിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്ട്രീം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക, സ്ട്രീം 1 ആണോ എന്ന് നോക്കുക. ഇനി അതുപോലെ തന്നെ അതിൽ റാങ്ക് നോക്കുക. റാങ്ക് എന്ന് പറയുമ്പോൾ 1 മുതൽ 1000 വരെ, 1001 മുതൽ 12000 വരെ, 12001 മുതൽ 15000 വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ എത്രയാണ് എന്ന് നോക്കിയ ശേഷം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൽ 15000 ശേഷമുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അത് 15000 ശേഷം പിന്നീട് 15000 തൊട്ട് 15001 തൊട്ട് 21000 വരെ റാങ്കുള്ളവർ, അതുപോലെ തന്നെ 21001 മുതൽ 26000 വരെയുള്ളവർ, 26001 മുതൽ 30000 ഉള്ളവർ, അതുപോലെ 30000 മുകളിൽ റാങ്കുള്ളവർ എന്നിങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രീം 2 എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രീം 2വിൻ്റെ ഏതൊക്കെ വിദ്യാർത്ഥികളാണോ സ്ട്രീം 2വിലുള്ളത് അതിനനുസരിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ദിവസം മാത്രമാണ് അതിൻ്റെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഒക്കെ ഉള്ളത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 25000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ റാങ്ക് ഒരു 25000 ആണ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞതാണ് 25000. അപ്പോൾ 25000 സ്ട്രീം 1ൻ്റെ റാങ്ക് എന്ന് വിചാരിക്കുക, സ്ട്രീം 1ൻ്റെ റാങ്ക്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൽ ഞാൻ എപ്പോഴാണ് ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ റാങ്ക് 25000 ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 21001 തൊട്ട് 26000 വരെ, അപ്പോൾ അതിനിടയിലായിട്ടാണ് 25000 വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഇതിൽ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് നോക്കാം. അതായത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു ജില്ലയുടെ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ആ ഒരു ജില്ലയിലെ ഷെഡ്യൂളിൽ നിങ്ങൾ ഏത് ദിവസമാണ് ഈ ഒരു കൗൺസിലിംഗ് നിങ്ങളുടെ റാങ്കിലുള്ള ഏത് ദിവസമാണ് പോവേണ്ടത് എന്ന കാര്യം നോക്കുന്നതിനായിട്ട് ആദ്യം നിങ്ങൾ ഏത് റാങ്ക് മുതൽ ഏത് റാങ്ക് വരെ ലിസ്റ്റിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഉള്ളത് അത് നോക്കുക. എന്നിട്ട് എൻ്റെ റാങ്ക് 25000 ആയതുകൊണ്ട് ഞാൻ എന്ത് നോക്കുന്നു, ഇവിടെ ഏത് ടൈമിങ്ങിലാണ് നോക്കുന്നു. അതായത് 10:30 മുതൽ 11:30 വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രീം 1 തന്നെയാണ്. അതുപോലെ തന്നെ ഏത് ദിവസമാണെന്ന് നോക്കുമ്പോൾ ജൂലൈ 16-ാം തീയതി വ്യാഴാഴ്ചയാണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു വിഭാഗത്തിൽ അത്രയും റാങ്കുള്ള എല്ലാ വിഭാഗക്കാരും ആ ഒരു ദിവസമാണ് പങ്കെടുക്കേണ്ടതെന്നാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കുക, നിങ്ങൾ ഏത് ടൈമിങ്ങിലാണ് പോവേണ്ടത്, ഏത് ദിവസമാണ് പോവേണ്ടത്, നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് നിർബന്ധമായിട്ടും എടുക്കണം. അതുപോലെ തന്നെ SSLC അല്ലെങ്കിൽ TSSLC അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ VHSC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എടുക്കണം. അതുപോലെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SABC OEC വിഭാഗത്തിൽപ്പെട്ടവർ സംവരണാനുകൂല്യത്തിന് വില്ലേജ് ഓഫീസർ നൽകിയ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനോടൊപ്പം 8 ലക്ഷമോ അതിൽ താഴെ വരുമാനമുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ തഹസിൽദാർ നൽകിയ ഒറിജിനൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ളവർ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിന് താഴെയോ വരുമാനം തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ EWS സംവരണ ആനുകൂല്യം ഉള്ളവർ EWS സംവരണം ലഭിക്കുന്നതിനായിട്ട് വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിച്ചുള്ള EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രത്യേക കോട്ടയോ സംവരണത്തിന് അർഹതയുള്ളവർ അത് തെളിയിക്കുന്ന ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആധാർ കാർഡും അതിൻ്റെ കോപ്പിയും എടുക്കണം. അതുപോലെ നിലവിൽ ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ നേടി കോളേജ് മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പ് കൂടി എടുക്കണം. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് അഡ്മിഷൻ സ്ലിപ്പ് കൂടി എടുക്കണം. ഇനി സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ: അഡ്മിഷൻ വേളയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. വൈകിയെത്തുന്ന അപേക്ഷകരെയും പരിശോധനയ്ക്ക് പങ്കെടുക്കാതിരിക്കുന്ന അപേക്ഷകരെയും അന്നേ ദിവസം അഡ്മിഷനായിട്ട് പരിഗണിക്കില്ല. സർക്കാർ പോളിടെക്നിക് കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർ ഫീസിനത്തിൽ 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റും മറ്റുള്ളവർ 4330 രൂപയും കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ പുറമെ PTA ഫണ്ടും നൽകേണ്ടതാണ്. ശ്രീനാഥ പോളിടെക്നിക് കോളേജിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസാണ് ഉണ്ടാവുക. ഒന്നിലധികം ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജിൽ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ മാതാപിതാക്കൾക്കോ രക്ഷിതാവിനോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ മറ്റൊരു വ്യക്തിക്കോ പകരക്കാരനായിട്ട് പ്രോക്സിയായിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഇത്തരക്കാർ അനുബന്ധം 8 പ്രകാരമുള്ള അനുബന്ധം പ്രകാരമുള്ള ഒരു ഫോട്ടോ പതിച്ച അധികാരപത്രവും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥി സാക്ഷ്യപ്പെടുത്തി ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളുടെയും പകർപ്പുകളും ഹാജരാക്കിയാൽ മാത്രമേ കൗൺസിലിങ്ങിന് പങ്കെടുക്കാനായിട്ട് അനുവദിക്കുള്ളൂ. എന്നാൽ ഉദ്യോഗാർത്ഥിയാണ് നേരിട്ട് പങ്കെടുക്കുന്നതെങ്കിൽ അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ രേഖകൾ ഹാജരാക്കണം. അത് നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെയാണ് അയക്കുന്നതെങ്കിൽ അവരുടെ കൈവശം നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ കോപ്പിയും നിങ്ങൾ നൽകണം. അതുപോലെ തന്നെ സർക്കാർ ഫീസ് UPI പേയ്മെൻറ്റ് അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിവുകളുടെ വിശദാംശങ്ങൾ പോളി അഡ്മിഷൻ വെബ്സൈറ്റിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റ് കോളേജിൻ്റെ വേക്കൻസി, അതായത് അതിൻ്റെ ഷെഡ്യൂൾ കൂടി നോക്കാം. അപ്പോൾ ഈ ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ അതിൻ്റെ റാങ്ക് ഏത് മുതൽ ഏത് വരെയുള്ള വിദ്യാർത്ഥികളാണ്, ഏത് ടൈമിലാണ് പോകേണ്ടത്, ഏത് ദിവസമാണ് പോകേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഏത് ദിവസമാണ്, അതിൽ ആ ഒരു ദിവസം ഏത് റാങ്ക് മുതൽ ഏത് റാങ്ക് വരെയുള്ള ആ ഒരു വിദ്യാർത്ഥികളാണ് സ്ട്രീം 1 റാങ്ക് പ്രകാരം പോകേണ്ടത്. ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ
കേൾക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ മുകളിൽ പറഞ്ഞ ഫീസിന് പുറമെ PTA ഫണ്ട് 3000 രൂപ ഗൂഗിൾ പേ ആയും, അസോസിയേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഫീസ് 850 രൂപയും, യൂണിഫോമിൻ്റെ തുക ഏകദേശം 2000 രൂപയും ഏകദേശം പണമായിട്ട് വേണം അടക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജിലാണ് ഷെഡ്യൂൾ രജിസ്ട്രേഷൻ, അതായത് ഏതൊക്കെ പോളിടെക്നിക് കോളേജിലാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾ കൗൺസിലിംഗിൽ ഹാജരാവുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൗൺസിലിങ്ങിനായിട്ട് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ജൂലൈ 14 മുതൽ 18 വരെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർ 13-ാം തീയതി വരെ അഡ്മിഷൻ വെബ്സൈറ്റിലെ കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. കൗൺസിലിംഗിനായിട്ട് പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്യാത്തവരെ ജില്ലാതല കൗൺസിലിംഗിൽ അഡ്മിഷനിൽ പങ്കെടുപ്പിക്കുന്നതല്ല. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള മുഴുവൻ പേർക്കും കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് ജില്ലാ കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.